എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണരുതെന്ന് പറയാറുണ്ട്. അങ്ങനെ കണ്ടാലോ പേരുദോഷമുണ്ടാകാം. ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. കുബേരന്റെ കൊട്ടാരത്തിലെ വലിയ ഒരു വിരുന്നിൽ പങ്കെടുത്തിട്ട് ഗണപതി ഭഗവാൻ തന്റെ വാഹനമായ എലിയുടെ പുറത്ത് കൈലാസത്തിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. അന്ന് രാത്രിയാണെങ്കിലോ പൂർണ്ണചന്ദ്രനുമായിരുന്നു. സവാരി ചെയ്യുന്നതിനിടയിൽ ഒരു പാമ്പിനെ കണ്ട് ചുണ്ടലി കുറ്റിക്കാട്ടിന്റെ പുറകിലേക്ക് ഓടിപ്പോയി. ഗണപതി നിലത്ത് വീണ് വയറുപൊട്ടി. ഗണപതി ഭഗവാനാകട്ടെ ആ ഭക്ഷണം മുഴുവൻ വയറ്റിൽ നിറയ്ക്കാൻ തുടങ്ങി. ചന്ദ്രദേവൻ അത് കണ്ട് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഇതിൽ കോപാകുലനായ ഗണപതി ചന്ദ്രദേവനെ ശപിച്ചു. ചന്ദ്രദേവനെ ശപിക്കുന്നതിന് മുമ്പ് തൻ്റെ ഒരു കൊമ്പ് അവൻ്റെ മേൽ അടിച്ച് രണ്ടായി മുറിക്കുകയും ചെയ്തു. നിന്നെ എപ്പോഴും കറുത്തതായി കാണപ്പെടും എന്ന് ശപിക്കുകയും ചെയ്തു. ശാപത്താൽ ഭയചകിതനായ ചന്ദ്രദേവൻ കരുണയ്ക്കായി അപേക്ഷിക്കാൻ തുടങ്ങി. ഗണപതി പറഞ്ഞു, നിന്നെ അമാവാസിയിൽ മാത്രമേ കാണാതാകുകയുള്ളൂ. എന്നാൽ പൗർണമിയിലേക്ക് മാറുമ്പോൾ നിന്നെ എല്ലാവർക്കും കാണുവാൻ സാധിക്കും. എൻ്റെ ജന്മദിനത്തിൽ ആരെങ്കിലും നിന്നെ കണ്ടാൽ അവർക്കൊരിക്കലും മോക്ഷം നേടുവാൻ സാധ്യമല്ല. ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത് അശുഭകരമായി കണക്കാക്കുന്നതും മിഥ്യാദോഷം, പേരുദോഷം എന്നിവ ഉണ്ടാക്കും എന്നും വിശ്വസിക്കുന്നതുകൊണ്ട് ആളുകൾ ആ ദിവസം ചന്ദ്രനെ നോക്കാറില്ല. ഗണപതിയാകട്ടെ ഭക്ഷണം വയറ്റിൽ വെച്ച ശേഷം തൻ്റെ വാഹനത്തെ ഭയപ്പെടുത്തിയ പാമ്പിനെ എടുത്ത് വയറ്റിൽ മുറുകെ അങ്ങ് കെട്ടി. പിന്നെ അദ്ദേഹം കൈലാസത്തിലേക്ക് യാത്ര തുടർന്നു. ശാസ്ത്രമനുസരിച്ച് ഗണപതി ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണരുതെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാത്ത പക്ഷം അയാൾക്ക് തെറ്റായ പഴി കേൾക്കാം. നമ്മൾ അബദ്ധത്തിൽ ചന്ദ്രനെ കണ്ടാൽ സെമന്തകമണി ഉപാഖ്യാന വായിക്കണം. നമ്മുടെ പരമോന്നതനായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ലീലകളിലൊന്നാണിത്. അങ്ങനെയെങ്കിൽ ചതുർത്ഥി ദോഷം പാടെ മാറിക്കിട്ടും.